കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കർഷക അവാർഡ് ഏറ്റവും മികച്ച യുവകർഷകയ്ക്കുള്ള 1,00,000 രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ദിവ്യ ജ്യോതിഷ് എന്ന വനിത ഏറ്റുവാങ്ങിയപ്പോൾ അവിടെ ചരിതാർത്ഥ്യമണിഞ്ഞത് കാർഷിക രംഗത്ത് ജീവിതം സമർപ്പിച്ച ഒരു യൗവന ജീവിതത്തിന്റെ അധ്വാന മഹിമയായി. ഒരുപാട് യുവാക്കൾ ഇപ്പോൾ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒത്തിരി യുവാക്കൾ കൃഷിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്ന ഒരു യുവ കർഷക വനിതയാണ് ദിവ്യ ജ്യോതിഷ്. ഇത്തവണത്തെ സംസ്ഥാന യുവ കർഷക അവാർഡ് നേടിയ ദിവ്യ ജ്യോതിഷ് പുതുതായി കാർഷിക മേഖലയിലേക്ക് കടന്നു വരികയും കൂടുതൽ വ്യാവസായികാടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും 5.5 ഏക്കർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതും ഓപ്പൺ ഫീൽഡ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറയുന്ന രീതിയിൽ തുള്ളി നനയായിട്ട് തുള്ളിത്തുള്ളിയായിട്ട് വെള്ളവും വളവും പൈപ്പിൽ കൂടെ കൊടുക്കുകയും മൾച്ചിങ് ഷീറ്റ് കൊണ്ട് മൂടിയിടുകയും ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ദിവ്യ അവലംബിച്ചിരിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മണ്ണ് ചൊരിമണൽ പ്രദേശമാണ്. ഈ ചൊരിമണൽ പ്രദേശത്തിൽ വെള്ളം പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ മണ്ണിൽ തുള്ളി നന ചെയ്യുമ്പോൾ പ്രായോഗികമാണോ എന്ന് കർഷകർക്കും സംശയമുണ്ട്. എന്നാൽ അത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ദിവ്യയെ പോലുള്ള കുറേ യുവ കർഷകർ ഈ കൃത്യതാ കൃഷിയിലേക്ക് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ വരികയും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുകയും അങ്ങനെ ജൈവ പച്ചക്കറി ഉൽപ്പാദനം കൂട്ടാനും സാധിച്ചിട്ടുണ്ട് ഇതുവഴി. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമം ജൈവ പച്ചക്കറി ഉൽപാദന മേഖലയിൽ ഇന്ന് രാജ്യം മുഴുവൻ അറിയപ്പെടുന്നു. ഫലപുഷ്ടിയാകുന്ന വെളുത്ത ചുരിമണലിൽ പച്ചക്കറി വിളകളുടെ ഹരിതകാന്തി തീർക്കുന്ന കഞ്ഞിക്കുഴി കർഷകൻ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പ്രതീക ബിംബം തന്നെയായി മാറിയിരിക്കും. ജൈവ ഹരിത സമൃദ്ധി എന്ന പദ്ധതി പ്രവർത്തനങ്ങളിലൂടെ കഞ്ഞിക്കുഴിയുടെ പഞ്ചാരമണ്ണിൽ കാർഷിക വൃത്തിയുടെ വിയർപ്പു ചിന്തി വിളവിന്റെ 100 മേനി പൊലിച്ചെടുക്കുന്ന കർഷകർ നിരവധിയാണ്. ഇക്കൂട്ടത്തിൽ കാർഷിക ജീവിതയാത്രയിൽ തന്റേതായൊരു കാഴ്ചപ്പാടും അതിലൂടെയുള്ള ഉൽപാദനശേഷിയും കൂട്ടുക വഴി വളരെ വ്യത്യസ്തയായി മാറുകയായിരുന്നു കഞ്ഞിക്കുഴി വാരണമരുത്തിൽ വീട്ടിലെ ദിവ്യ ജ്യോതിഷ് എന്ന യുവ കർഷകർ. ജൈവ പച്ചക്കറി കൃഷി രീതിയോടുള്ള ആഭിമുഖ്യവും അതിനായെടുത്ത ആർജവവും നിശ്ചയദാർഢ്യവുമായിരുന്നു ദിവ്യയെ കാർഷിക വിജയത്തിലേക്ക് നയിച്ചത്. എട്ട് വർഷമായി കൃഷി മേഖലയിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് കയർ മേഖലയിലായിരുന്നു. കല്യാണത്തിന് ശേഷം കൃഷിയിലേക്ക് വന്നു. പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് വന്നിട്ട് 1.5 വർഷമായി. അതിന് കാരണം ഞാൻ കർമ്മസേന ടെക്നീഷ്യനും ചങ്ങാതിയും കൂടി ആയതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് വരാൻ കാരണം. ഇപ്പോൾ നമ്മൾ ഈ കൃഷിയിടം ഒരു 5.5 ഏക്കർ കൃഷിയിടം ഇപ്പം തുടങ്ങിയിട്ട് ഇത് 4 മാസമായുള്ളൂ. ഇതിനു മുമ്പ് നമ്മുടെ സ്വന്തം സ്ഥലമായ 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആദ്യം മുതൽ ഒത്തിരി പരാജയങ്ങളായിരുന്നു. നെൽകൃഷി കഴിഞ്ഞ് പച്ചക്കറി കൃഷി ചെയ്തപ്പോഴും പയറാണ് ആദ്യം നമ്മൾ ഇട്ടത്. പയറിന് ഒത്തിരി നാശങ്ങൾ സംഭവിച്ച് നമുക്ക് കൃത്യമായിട്ട് കിളിയെടുക്കാൻ പറ്റാത്ത വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒത്തിരി പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പം ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കാർഷിക പാരമ്പര്യമുള്ള ഒരു കുടുംബാംഗമായ ദിവ്യ ഒരു കയർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ചെങ്കിലും തുടർന്ന് കഞ്ഞിക്കുഴി ഗ്രാമത്തിന്റെ കാർഷിക കർമ്മസേനയിലെ അംഗമായും പ്രവർത്തിച്ചു വരവെയാണ് സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഭർത്താവ് ജ്യോതിഷും ഈ തീരുമാനത്തിന് തുണയേകവേ 5.5 ഏക്കർ നിലം പാട്ടത്തിനെടുത്ത് ഒരു പച്ചക്കറി വിപ്ലവം തീർക്കാൻ കഞ്ഞിക്കുഴി പാർത്തേക്ക് ആ കുടുംബം അരയും തലയും മുറുക്കി ഇറങ്ങുകയായിരുന്നു. പൂർണ്ണമായിട്ടും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാ. നമ്മളുടെ സ്വന്തം സ്ഥലത്ത് പച്ചക്കറി കൃഷിയും നെൽകൃഷിയാണ് ചെയ്യുന്നത്. അപ്പം നെൽകൃഷി ചെയ്തു വരുമ്പോൾ നമുക്ക് വേറൊരു പണിയില്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടായ ആ അവസരത്തിലാണ് ഐസക് സാറിന്റെ ഇടപെടൽ മൂലം നമുക്ക് ഈ കമ്പനി 5.5 ഏക്കർ സ്ഥലം കൃഷി ചെയ്തോ എന്നും പറഞ്ഞ് നമുക്ക് സ്ഥലം തരികയും ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. മറ്റ് കൃഷിസ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ അധ്വാനവും ഏറെ ശ്രദ്ധയും വേണ്ട കൃഷിയിടങ്ങളാണ് കഞ്ഞിക്കുഴി ഗ്രാമത്തിൻ്റെത്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണും സ്നേഹിക്കുമെന്ന വിശ്വാസമായിരുന്നു ദിവ്യയുടെയും ജ്യോതിഷിന്റെയും കൈമുതൽ. കഞ്ഞിക്കുഴിയുടെ മണ്ണ് ആ വിശ്വാസത്തെ ബലപ്പെടുത്തുകയായിരുന്നു. ആ യുവദമ്പതികളുടെ കാർഷിക സ്നേഹത്തിനു മുൻപിൽ ആ വെൺമണൽ തരികൾ അതിന്റെ വാത്സല്യം ചൊരിഞ്ഞു. ഇന്ന് ദിവ്യയുടെ കൃഷിത്തോട്ടമാകെ വിവിധയിനം പച്ചക്കറികൾ ഹരിതതോരണം ചാർത്തി നിലകൊള്ളുന്നു.
വെണ്ടയാണ് കൂടുതലെങ്കിൽ പാവലും പടവലവും പയറും പീച്ചിലും മുളകും തക്കാളിയും വെള്ളരിയും മത്തനുമൊക്കെ തഴച്ചു വളർന്നും വള്ളി വീശിയുമൊക്കെ 5.5 ഏക്കർ വരുന്ന കൃഷിഭൂമിയെ സമൃദ്ധി ചൂടിക്കുമ്പോൾ ദിവ്യ എന്ന യുവകർഷകയുടെ മനസ്സും നിറയുന്നു. പ്രധാനമായിട്ടും ഇവിടെ വെണ്ടയാണ് നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത്. പിന്നെ കൂടാതെ പയറ്, പടവലം, പീച്ചില്, പാവല്, കുക്കുംബർ, മത്തൻ, കത്രിക്ക, മുളക്, തക്കാളി എന്നിവയാണ് പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും ചെയ്തിരിക്കുന്നത് വെണ്ടയാണ് നമുക്ക് കൂടുതൽ വിളവ് കിട്ടുന്നതും നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നത് വെണ്ടയ്ക്കാണ്. പിന്നെ ചെലവ് കുറവ്. മണ്ണിലെ സൂക്ഷ്മമൂലകങ്ങളുടെ അളവ് മനസ്സിലാക്കി ആവശ്യത്തിന് കുമ്മായം തൂകി ബണ്ട് കോരിയ ശേഷം 3-4 ദിവസം കഴിഞ്ഞ് പച്ചച്ചാണകവും കോഴിവളവും ചാരവും ഇടും. ബണ്ട് മൂടി മിച്ചൽ ഷീറ്റിട്ട് 45 സെന്റിമീറ്റർ അകലത്തിലായി കുഴിയെടുത്ത് പച്ചക്കറി വിത്തുകൾ പാകുന്ന രീതിയാണ് ദിവ്യ തന്റെ തോട്ടത്തിൽ അവലംബിക്കുന്നത്. ജൈവ വളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആദ്യം ഇതിന്റെ ബണ്ട് എടുത്തതിന് ശേഷം കുമ്മായം ഉപയോഗിക്കും. അത് 3-4 ദിവസം കുമ്മായം ഇട്ടതിന് ശേഷം അടിവളമായിട്ട് പച്ചച്ചാണകം, കോഴിവളം, ചാരം, വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ച് ബണ്ട് മൂടിയതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പ് ഉപയോഗിക്കുന്നത്. ട്രിപ്പ് വലിച്ചതിന് ശേഷം ഷീറ്റ് ഇട്ടതിന് ശേഷം അതിനെ 45 സെന്റിമീറ്റർ അകലത്തിന്റെ അനുപാതത്തിൽ നമ്മൾ വിത്തിടുകയാണ്. അങ്ങനെ ഹൈടെക് രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ഇവിടെ ഈ 5 ഏക്കർ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വീട്ടിലെ പശു വളർത്തൽ മറ്റൊരു ഉപതൊഴിലായി ദിവ്യ സ്വീകരിച്ചിരിക്കുന്നതിനാൽ കൃഷിത്തോട്ടത്തിലെ ജൈവ വളപ്രയോഗത്തിനായുള്ള ചാണകവും സുലഭം. തുള്ളി നനയിലൂടെ വളവും വെള്ളവും യഥാസമയങ്ങളിൽ ചെടികളുടെ ചുവട്ടിലെത്തിക്കുന്ന കൃത്യതാ കൃഷിരീതിയാണ് ദിവ്യയുടെ. കീടങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി പോളിത്തീൻ കവറുകൾ, കെണികൾ തുടങ്ങിയവയാണ് ദിവ്യ വിളകളിൽ ഉപയോഗിക്കുന്നത്. രാവിലെ തന്നെ കൃഷിത്തോട്ടത്തിൽ തൊഴിലാളികൾ കാർഷിക പരിചരണത്തിനായി എത്തുമെങ്കിലും വീട്ടുജോലിയെല്ലാം തീർന്ന് രാവിലെ കൃത്യസമയത്ത് തന്നെ സൈക്കിളേറി വരുന്ന ദിവ്യ കൃഷിയിടത്തിൽ എത്തുന്നതോടെയാണ് കൃഷിപ്പണികൾ സജീവമാവുക. ഭർത്താവ് ജ്യോതിഷും അച്ഛനും അമ്മയും ദിവ്യയോടൊപ്പം കൃഷിജോലികളിൽ വ്യാപൃതരാകുന്നു. സ്കൂളിലേക്കുള്ള യാത്രക്കിടയിൽ 2ാം ക്ലാസ്സുകാരി മകൾ തന്റേതായ ചില്ലറ ജോലികൾ പച്ചക്കറിത്തോട്ടത്തിൽ ചെയ്തു തീർക്കാനും മറക്കാറില്ല. ജൈവ പച്ചക്കറി ഉൽപാദനത്തിലെ ആദ്യഘട്ടങ്ങളിൽ വിപണന രംഗത്തുണ്ടായ തിരിച്ചടി ദിവ്യയെയും ജ്യോതിഷിനെയും നിരാശരാക്കിയെങ്കിലും മാധ്യമങ്ങളിലൂടെ ഈ ആശങ്ക പുറത്തുവരവേ വിപണന മേഖലയിൽ ഒരു വലിയ മാറ്റം തന്നെ സംജാതമായി. ദിവ്യ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളെ ജനം തിരിച്ചറിയുകയായിരുന്നു. വിഷമയമായ പച്ചക്കറി ഉപേക്ഷിച്ച് ജൈവ പച്ചക്കറികൾ തേടുന്ന ഒരു ഉപഭോഗ സാമൂഹികത ഉടലെടുത്തപ്പോൾ അതിലേറെ ആഹ്ലാദം കൊണ്ടത് ദിവ്യയായിരുന്നു. തന്റെ കാർഷിക ശ്രമങ്ങൾ വൃഥാവിലാവില്ല എന്ന കണ്ടെത്തലിലെ ആഹ്ലാദം. ഈ വിപണി കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഓണക്കാലത്താണ് നമുക്ക് പച്ചക്കറിന്റെ വിളവെടുപ്പ് തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ സാധനം ഓണം കഴിഞ്ഞും കെട്ടിക്കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം നമ്മുടെ സാധനം അതിൽ പത്രത്തിൽ വാർത്ത വരികയും നമ്മുടെ സാധനം വിറ്റഴിക്കാൻ സാധിച്ചു. ഇപ്പോൾ കേരളത്തിന്റെ പല പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ജൈവ സാധനം വാങ്ങിക്കാനായിട്ട് ദിവസേന ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട്. അവർ ഈ തോട്ടം കാണുകയും പച്ചക്കറികൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ജൈവ പച്ചക്കറിയുടെ ആവശ്യക്കാർ ദിവ്യയുടെ കൃഷിയിടത്തിലേക്ക് നേരിട്ടു തന്നെ എത്തുന്നു. ഉപഭോക്താക്കൾക്ക് കൃഷിത്തോട്ടത്തിലെ ഏതിനം പച്ചക്കറികളും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പറിച്ചെടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കൃഷിത്തോട്ടം തന്നെയാണ് ദിവ്യയുടെ പച്ചക്കറി വിളകളുടെ പ്രധാന വിപണന കേന്ദ്രം. ദിവ്യയുടെ പച്ചക്കറികൾക്കൊപ്പം ദിവ്യയടങ്ങുന്ന കാർഷിക സംഘത്തിലെ മറ്റംഗങ്ങൾ പല തോട്ടങ്ങളിലായി വിളയിച്ചെടുക്കുന്ന പച്ചക്കറി ഇനങ്ങളും ഇവിടെ വെച്ചു തന്നെ വിൽക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഈ കർഷകരാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ കൃഷിഭവൻ നമുക്ക് പൂർണ്ണ സപ്പോർട്ടാണ്.
നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൃഷിഭവൻ നമ്മുടെ ജ്യോതിഷും ഭാര്യയും കൃഷിക്കാരാണെന്നറിഞ്ഞ് എല്ലാവിധ പ്രോത്സാഹനവും തരികയും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തുവിധ സഹായങ്ങളും മേടിച്ചു തരുന്നതിന് നമ്മുടെ കൃഷിഭവൻ മുൻകൈ എടുക്കുന്നുണ്ട്. അതിപ്പോഴും ഈ 5.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ട്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ള സബ്സിഡിയും എല്ലാവിധ സാധനങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ വാങ്ങിച്ച് തരുന്നതിനും വേണ്ട വിധത്തിലെ ഉപദേശങ്ങൾ നൽകുന്നതിനും ഞങ്ങളുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൃഷിഭവൻ പൂർണ്ണമായിട്ടും ഞങ്ങളോട് സഹകരിച്ചു പോകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനമായിട്ട് വരുന്നുണ്ട്. ദിവ്യയുടെ കാർഷിക വൃത്തികളെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും സഹകരണങ്ങളുമായി കഞ്ഞിക്കുഴി കൃഷിഭവനും ഒപ്പമുണ്ട്. ആലപ്പുഴ ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ കൃഷിയിൽ പച്ചക്കറി കൃഷി സാധാരണമായി 3-ാം വിള സമയത്താണ് കൃഷി ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ പ്രവർത്തനം മൂലം അത് 365 ദിവസവും പച്ചക്കറി കൃഷി എന്ന സ്ലോഗൻ നമുക്ക് വ്യാപകമാക്കാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ഈ ദിവ്യയുടെ ഇവിടെ തന്നെ ഫസ്റ്റ് ക്രോപ്പിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ക്രോപ്പിൽ കൃഷി ഇറക്കിയത് മൂലം നമുക്കറിയാം ഈ ജില്ലയിൽ ഓണത്തിന് പച്ചക്കറിയുടെ വില വർധനവ് ഒരു പരിധിവരെ തടയാനായിട്ട് നമുക്ക് സാധിച്ചു. പല മാർക്കറ്റ് സർവേകളും അതാണ് സൂചിപ്പിക്കുന്നത്. വില വർധനവ് ഉണ്ടായില്ല. അതായത് 1-ാം വിളക്കാലത്ത് നമ്മളുടെ ഇവിടെ ഉൽപ്പാദനം വളരെയധികം വർദ്ധിപ്പിച്ചു. ദിവ്യയുടെയും കേസ് കെട്ട് അത് തന്നെ. ദിവ്യയ്ക്കും ഒരു ന്യായവില ഉറപ്പാക്കാനായിട്ട് നമ്മൾ ഹോർട്ടികോർപ്പ്, മറ്റ് വിപണികൾ, മറ്റ് കർഷകരിലും നമ്മുടെ മീഡിയയിലും നമ്മുടെ വാട്സാപ്പും ഫേസ്ബുക്കും മുതലായ സംവിധാനങ്ങളും ഉപയോഗിച്ചതുകൊണ്ട് പല കർഷകരും പല ഉപഭോക്താവും ഇവിടെ വന്ന് അവരുടെ സ്ഥലത്തിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടു പോകുന്നതുകൊണ്ട് ഒരു മെച്ചമായ വില ലഭ്യമാക്കുകയും അതുമൂലം ഈ കൃഷി ജൈവ കൃഷി ലാഭത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സഹായകവുമായി. ജൈവ പച്ചക്കറി ഉൽപാദനത്തിന്റെയും ഉപഭോഗത്തിന്റെയും പ്രസക്തി ഇന്നേറെ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ദിവ്യയുടെ കാർഷിക കർമ്മയാത്രയ്ക്കും പ്രാധാന്യമേറുന്നു. കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വലിയ കൃഷി ചെയ്യുന്ന പഞ്ചായത്തുകളുണ്ടെങ്കിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷകനായതുകൊണ്ടാണ് എന്നെ ലോകം മൊത്തം അറിയപ്പെടാൻ കാരണമായത്. കാര്യം മറ്റുള്ള പഞ്ചായത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. അതായത് ഇവിടെ ചൊരിമണലിൽ ജൈവ കൃഷി നടത്തി ഞങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ഞങ്ങളുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്, പഴയ കൃഷി ഓഫീസർ PP സ്വാതന്ത്ര്യം പഞ്ചായത്ത് പ്രസിഡന്റ്, TS വിശ്വൻ കൃഷി ഓഫീസറായിട്ടിരുന്ന കാലഘട്ടത്താണ് ഈ ചൊരിമണലിൽ ജൈവ കൃഷി നടത്തി വിപ്ലവം നടത്താം എന്ന് കാണിച്ച ഒരു മാതൃകയിലാണ് ഞങ്ങളൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കൃഷി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ തോമസ് ഐസക്കുമായിട്ടുള്ള ഒരു പരിചയമാണ് ഈ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാവുന്ന രീതിയിലേക്ക് ഈ കൃഷി മാറിയിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഇതിന് മാത്രം ഡിമാൻഡ് ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ജൈവ ഉൽപ്പന്നങ്ങൾ എവിടെ കിട്ടുമെന്ന് അറിയാൻ മേലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് മുഖാന്തരം നമ്മളുടെ സാധനങ്ങൾ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ ഇടുകയും ആൾക്കാർ തോട്ടത്തിൽ നിന്ന് തന്നെ വന്ന് സാധനം വാങ്ങി മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്യസംസ്ഥാനത്തു നിന്നും മാരകമായ രാസവളങ്ങളും കീടനാശിനികളും പേറിയെത്തുന്ന പച്ചക്കറി ഇനങ്ങളെ പാടെ ത്യജിച്ച് ജൈവ പച്ചക്കറി ഉൽപാദനത്തിന്റെ തോത് കൂട്ടിക്കൊണ്ടുള്ള ഒരു കാർഷിക സംസ്കൃതി രൂപപ്പെടണമെന്ന് കഞ്ഞിക്കുഴിയിലെ യുവകർഷക ആവശ്യപ്പെടുമ്പോൾ ആ മേഖലയിലേക്ക് എത്തുന്ന ഒരു യുവജനതയുടെ കാർഷിക കൂട്ടായ്മയും അവർ പ്രത്യാശയോടെ കാണുന്നു. കഞ്ഞിക്കുഴിയിലെ ചൊരിമണലിൽ വളരെ കഷ്ടപ്പെട്ട് കുടുംബസമേതം കൃഷി ചെയ്ത് 5 ഏക്കറിൽ കൃഷി ചെയ്തിട്ട് വളരെയധികം ഉൽപ്പാദനം ഇപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ്. 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് ദിവ്യയ്ക്ക് ലഭിക്കുകയുണ്ടായി. ദിവ്യയും ഭർത്താവ് ജ്യോതിസും അച്ഛനും അമ്മയും കുട്ടിയും ചേർന്നാണ് അവർ കൃഷി ഇറക്കുന്നത്. ഇവിടെ എല്ലാം അവരുടെ അധ്വാനമാണ്. എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഈ ചൊരി മണൽ പ്രദേശത്ത് ജൈവാംശം വളരെ കുറവാണ്. അതുപോലെ തന്നെ ജലത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുമില്ല. എങ്കിൽ പോലും ചാണകവും കോഴിവളവും എല്ലാം ചെയ്ത് അവർ നല്ല രീതിയിൽ ഉൽപ്പാദനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൈവ ഹരിത സമൃദ്ധി എന്നുള്ള രീതിയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് നടത്തിയ ഒരു വലിയ വിപ്ലവകരമായ ഒരു കാർഷിക മുന്നേറ്റം കൃഷി വകുപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 8,000-ഓളം വരുന്ന കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളും കൃഷിയിലേക്ക് ഇറങ്ങി അവനവനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഓരോ വീട്ടും ഉൽപ്പാദിപ്പിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തൊരു വ്യക്തിയാണ്
ഒരു കുടുംബമാണ് ദിവ്യ ജ്യോതിസിൻ്റേത്. അവരുടെ ഈ ഫെർട്ടിഗേഷൻ പോലുള്ള കാർഷിക മേഖലയിലെ നൂതനമായിട്ടുള്ള ആശയങ്ങളെല്ലാം ഈ പ്ലോട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. 2.5 ഏക്കർ നെൽകൃഷി, 5.5 ഏക്കറിലെ പച്ചക്കറി കൃഷി, പശു വളർത്തൽ, ദിവ്യ എന്ന ഈ കാർഷിക യൗവനം കാർഷിക രംഗത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത നമ്മുടെ കാർഷിക രംഗത്തിനു തന്നെ വലിയ ദിശാബോധം നൽകുന്നു. കഞ്ഞിക്കുഴി ഗ്രാമത്തിലെ ചുരിമണലിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ഹരിത വിപ്ലവം തീർക്കുന്ന ഈ യുവ കർഷക നമുക്കിടയിൽ വേറിട്ട് നിൽക്കുമ്പോൾ കാർഷിക കേരളത്തിന്റെ മറ്റൊരു പ്രൗഢ അഭിമാനമായി അത് മാറും. ജൈവ പച്ചക്കറി കൃഷിക്ക് നല്ല വില കിട്ടുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതി തന്നെയാണ് ജൈവ പച്ചക്കറി കൃഷി. ഈ ജൈവ പച്ചക്കറി കൃഷി കൊണ്ട് നമുക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ സാധിക്കും. കൂടുതൽ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി ചെയ്താൽ അതുകൊണ്ട് തന്നെ ആ കൃഷി കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ദിവ്യ ജ്യോതിഷ് ഉൾപ്പെടെയുള്ള ഒത്തിരി യുവാക്കൾ ഈ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതും തുടർന്നും നമ്മുടെ കേരളത്തിലെ പല യുവാക്കൾക്കും അവരുടെ ഒരു ജീവിതമാർഗമായിട്ട് അവരുടെ വ്യവസായമായിട്ടൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഈ കൃത്യത കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും എന്നുള്ള ഒരു സംശയവുമില്ല.